ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ റമദാൻ 4-ൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്നലെ രാവിലെ തന്നെ എണീച്ചു. നമുക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും കറിക്കോ ആയല്ലോ, പിന്നെ നമുക്ക് എണ്ണക്കടിക്കൊക്കെ ആവശ്യമാണ്. അപ്പോൾ അത് കൊടുന്നപ്പോൾ അതൊക്കെ നല്ലപോലെ 2-3 വട്ടമായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാലാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് എണ്ണക്കടിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് സവോളയും കാര്യങ്ങളൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക്, ഈ ഒരു ചോപ്പർ കുട്ടൻ നമുക്ക് കിട്ടിയത് വലിയൊരു ഉപകാരമായിട്ട്. കുറേ നാളായി വാങ്ങണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മളെന്തായാലും ഈ ഒരു നോമ്പിൻ്റെയൊക്കെ ഒരു കുറച്ച് മുന്നായിട്ടാണെങ്കിലും വാങ്ങിയത് നമുക്കിപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത്രയും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കുക്കറിൽ. അതിനുശേഷം നമ്മളിതാ മസാല സവോളയും ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ വന്നിട്ടില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചാൽ കുറച്ച് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക, മസാലയൊക്കെ റെഡിയാക്കി വെച്ചാൽ ഷീറ്റൊക്കെ ഒന്ന് മടക്കി കുറച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഓർഡർ വന്നാൽ അപ്പോൾ ഇത് ചെയ്യാമല്ലോ എന്നുള്ള രീതിക്കാണ് കേട്ടോ. അപ്പോൾ പകുതി മാറ്റി വയ്ക്കുന്നുണ്ട്, കുറച്ച് എന്തായാലും ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ അതും റെഡിയാക്കി വരികയാണ്. അപ്പം നമ്മളിന്ന് ചിക്കൻ മാറ്റി വെച്ചിട്ടുള്ള അതിൽ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കുറച്ച് കറി ഫ്രിഡ്ജിൽ എന്തായാലും ഉണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ഇപ്പം തന്നെ ഉണ്ടാക്കുമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ. ഏകദേശം ഒരു 9-9:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇമ്മ വേഗം അതൊക്കെ കട്ട്ലറ്റൊക്കെ ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. വേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓർഡർ വരുമ്പോൾ പൊരിച്ച് കൊടുക്കുക. അതുപോലെ ഇനി ഇങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെയും കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ മോൾ നീച്ച് വന്നപ്പോൾ സമൂസ ഷീറ്റ് മടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നോമ്പ് തുറക്കാൻ തുടങ്ങിയിട്ട് സമയം ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിതാ ഈ ഒരു പള്ളിയത്തെ കഞ്ഞിയാണ് നമ്മുടെ മണ്ണാർക്കാട് ഈ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കഞ്ഞിയായിട്ട് മരുന്ന് കഞ്ഞിയാണ്. കാരണം ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഈ ഒരു കഞ്ഞി വാങ്ങാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കഞ്ഞി നിർബന്ധമാണ് ഇവിടെ. ഇതിൻ്റെ കൂടെ ഫേമസ് ആയിട്ടുള്ള കഞ്ഞി മാത്രമല്ല, നമ്മുടെ ചെമ്മീൻ ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നോമ്പ് തുറക്കൽ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.